വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും ഗാസയിൽ ആക്രമണങ്ങൾക്ക് കുറവ് വന്നിട്ടില്ല. ഒക്ടോബർ 10 വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷം ഇസ്രയേൽ കുറഞ്ഞത് 497 തവണയെങ്കിലും വെടിനിർത്തൽ ലംഘിച്ചെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഗാസ ഗവൺമെന്റ് മീഡിയ ഓഫീസാണ് ഈ കണക്കുകളൊക്കെ പുറത്തുവിട്ടത്. ആക്രമണങ്ങളിൽ ഇതിനകം 342 സാധാരണക്കാർ കൊല്ലപ്പെട്ടു. ഇവരിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളും വയോധികരുമാണ്. കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 24 പേർ കൊല്ലപ്പെടുകയും 87 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതേസമയം തുടർ ചർച്ചയ്ക്കായി ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിൽ ഹമാസ് സംഘം കൈറോയിലെത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. വെടിനിർത്തൽ കരാർ ലംഘനം തുടരുന്ന ഇസ്രയേലിനെ നിലയ്ക്ക് നിർത്താൻ അമേരിക്ക തയ്യാറാകണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഹമാസ് സംഘം മധ്യസ്ഥ രാജ്യങ്ങളെ ഇപ്പോൾ അറിയിച്ചത്. ഗാസയിലെ ഇസ്രയേൽ അധിനിവേശ പ്രദേശത്തിനുള്ളിൽ കടന്ന് ഒരു ഹമാസ് പോരാളി ഇസ്രയേൽ സൈനികരെ ആക്രമിച്ചതിനാലാണ് ഏറ്റവും പുതിയ ആക്രമണങ്ങൾ ആരംഭിച്ചതെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചത്. തിരിച്ചടിച്ച ഇസ്രയേൽ 5 മുതിർന്ന ഹമാസ് പോരാളികളെ ഇല്ലാതാക്കിയെന്നും പ്രസ്താവനയിൽ പറയുന്നു. എന്നാൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ ആരോപിക്കുന്ന പോരാളിയുടെ വിവരങ്ങൾ പുറത്തുവിടാൻ ഹമാസ് ആവശ്യപ്പെട്ടു. വെടിനിർത്തൽ കരാറിലെ മധ്യസ്ഥരായ രാജ്യങ്ങളും US ഭരണകൂടവും ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കണമെന്നും തങ്ങളുടെ അവകാശം തെളിയിക്കാനും കരാർ നടപ്പാക്കാനും ആവശ്യപ്പെടണമെന്നും ഹമാസിന്റെ മുതിർന്ന അംഗമായ ഇസദ് അൽ റിഷേഖ് ആവശ്യപ്പെട്ടു. കരാറിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ഇസ്രയേൽ കാരണങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കുകയാണെന്നും അദ്ദേഹം ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. കരാർ ദിനം പ്രതി ലംഘിക്കുന്നത് ഇസ്രയേലാണെന്നും ഹമാസ് ആരോപിക്കുന്നുണ്ട്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള കരാറിൽ ഇസ്രയേൽ സൈന്യം പിന്മാറേണ്ട അതിർത്തിയാണ് യെല്ലോ ലൈൻ. ഈ അതിർത്തി പലസ്തീൻ തീരദേശത്തിന്റെ പകുതിയിലേറെ ഭാഗത്ത് നിയന്ത്രണം നിലനിർത്താൻ ഇസ്രയേലിന് അവസരം നൽകുന്നു. കാരണങ്ങൾ കെട്ടിച്ചമച്ച് ഇസ്രയേൽ പലപ്പോഴായി വെടിനിർത്തൽ ലംഘിക്കുകയാണെന്നും മധ്യസ്ഥ രാജ്യങ്ങളായ US, ഈജിപ്ത്, ഖത്തർ എന്നിവർ അടിയന്തരമായി ഇടപെടണമെന്നും ഹമാസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇസ്രയേൽ സൈന്യം നിലയുറപ്പിച്ച യെല്ലോ ലൈൻ ലംഘിച്ച് പടിഞ്ഞാറോട്ട് നീങ്ങിയെന്നും കരാറിന്റെ ഭാഗമായി നിശ്ചയിച്ച അതിർത്തി ഇസ്രയേൽ മാറ്റുകയാണെന്നും ഹമാസ് ആരോപിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസം ലെബനാനിലെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ ബോംബിട്ടതിലൂടെ 13 ഹമാസ് പോരാളികളെ വധിച്ചതായി ഇസ്രയേൽ സേന ആരോപിച്ചു. എന്നാൽ ലെബനാനിൽ സാധാരണ പലസ്തീൻകാരെയാണ് ഇസ്രയേൽ വധിച്ചതെന്ന് ഹമാസ് പറയുന്നു. ഗാസ മുനമ്പിൽ ഹമാസിന്റെ ഒരു സുപ്രധാന തുരങ്കം കണ്ടെത്തിയെന്ന് ഇസ്രയേൽ പ്രതിരോധ സേനയും അറിയിച്ചു. തുരങ്കത്തിൽ 7 കിലോമീറ്ററിലധികം നീളവും 25 മീറ്റർ ആഴവും 80 മുറികളുമുണ്ടെന്ന് IDF ചൂണ്ടിക്കാട്ടി. വെടിനിർത്തൽ ലംഘനം തുടരുന്നതിനിടെ ഗാസയിലെ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമായതായി യുനർവയും അറിയിച്ചു. 10 ലക്ഷത്തിലേറെ അഭയാർത്ഥികളായ പലസ്തീൻ ജനതയ്ക്ക് അടിയന്തര താൽക്കാലിക താമസ സൗകര്യം ഒരുക്കണമെന്നും ഏജൻസി ആവശ്യപ്പെട്ടു. ഗാസയിലേക്ക് താൽക്കാലിക ടെന്റുകളും മറ്റും അയക്കുന്നതിന് ഇസ്രയേൽ കർശന നിയന്ത്രണം തുടരുകയാണ്. അതേസമയം ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവിനെ വ്യോമാക്രമണത്തിൽ വധിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള ചീഫ് ഓഫ് സ്റ്റാഫ് ഹൈതം അലി തബാത്തബിയെയാണ് കൊല്ലപ്പെട്ടത്. ലെബനനിൽ ഹിസ്ബുള്ളയും ഗാസയിൽ ഹമാസും വീണ്ടും സംഘം ചേരുന്നത് തടയാൻ വേണ്ടതെല്ലാം ഇസ്രായേൽ ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഞായറാഴ്ച പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണങ്ങളും നടന്നത്. അതിനിടെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഗാസയിൽ വിന്യസിക്കുന്ന അന്താരാഷ്ട്ര സേനയിലേക്ക് തങ്ങളുടെ സൈനികരെ അയക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുകയാണ് തുർക്കി. ഇസ്രയേലിന്റെ എതിർപ്പ് വകവയ്ക്കാതെയാണ് തുർക്കിയുടെ ഈ നീക്കം. ഗാസയിൽ അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കാനുള്ള കരട് പ്രമേയത്തിന് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി അംഗീകാരം നൽകിയിട്ടുണ്ട്. അതിനിടെ ഗാസയിൽ നിന്നും ഹമാസ് മോചിപ്പിച്ച ബന്ദികൾക്ക് ഡൊണാൾഡ് ട്രംപിന്റെ വക വൈറ്റ് ഹൌസിൽ സ്വീകരണവും നൽകി. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം മോചിപ്പിക്കപ്പെട്ട 26 മുൻ തടവുകാരും സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.